അൻസിബയുടെ ആരോപണം ശരിവെക്കുകയാണ് നീനാക്കുറുപ്പ്. അൻസിബയുടെ DNA ശരിയല്ല എന്ന് ടിനി പറഞ്ഞുവെന്ന് നീനാക്കുറുപ്പ്. ജിഹാദി എന്ന് വിളിക്കുന്നത് കേട്ടു. മലയാള സിനിമയിലെ സിനിമാ നടിമാരും നടന്മാരും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്, AMMA അല്ലെങ്കിൽ അമ്മ എന്നുള്ളത്. ഇപ്പോൾ ഒരു വാർത്താ ചാനൽ എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും ഫുള്ള് ഈ AMMA എന്നുള്ള അസോസിയേഷൻ നടക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഈ അമ്മ എന്ന അസോസിയേഷനിൽ കുറെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് മെമ്പറിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അൻസിബ എന്ന നടി. ഈ അൻസിബ എന്ന നടി ഈ എക്സിക്യൂട്ടീവ് മെമ്പറിൽ നിന്നും രാജിവെച്ച ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ചാനലിലൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തനിക്കെതിരെ അവിടെ വ്യക്തിഗത നടന്നെന്നും കുറെ ആരോപണങ്ങൾ തനിക്ക് മേലെ പറഞ്ഞെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വ്യക്തമായി അൻസിബ പറയുന്നുണ്ട്. വളരെ റിവഞ്ച് ഉള്ള ആൾക്കാരാണ്, വളരെ. കാരണം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചത്. എന്നിരിക്കെ ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഭയം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ടിനി ടോമും പ്രിയങ്കയും എല്ലാം വന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അൻസിബ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ നോക്കൂത്തിയായിട്ടിരിക്കണല്ല, ഒരു പ്രസിഡന്റ് ആണ്. സ്റ്റേജോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പ്രസിഡന്റിനോട് മലയാളം എന്ന വലിയ സിനിമാ മേഖലയിൽ തനിക്കെതിരെ വന്ന ആരോപണങ്ങളും വ്യക്തിഗതകളൊക്കെ ഇതേപോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വന്ന് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അൻസിബ എന്ന പെൺകുട്ടിക്ക് അതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. കാരണം ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഈ അൻസിബ പറഞ്ഞ കാര്യത്തോട് എതിർത്ത് നിൽക്കുന്നതും പ്രതികരിക്കുന്നതും. അമ്മ എന്ന അസോസിയേഷനിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അല്ലാതെയുള്ള സാധാ അംഗങ്ങളെല്ലാം അൻസിബ പറയുന്ന കാര്യത്തോട് ശരിവയ്ക്കുകയും യോജിക്കുകയും ചെയ്യുന്നുണ്ട്. അൻസിബ പറഞ്ഞ 100% കാര്യങ്ങളും ഞാൻ അൻസിബയുടെ കൂടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുക്കുവിന്റെയും ശ്വേതയുടെയും കൂടെ ഞാൻ എത്രത്തോളം നിന്നോ ഇപ്പൊ ഞാൻ അത്രയും തന്നെ ഞാൻ അൻസിബയുടെ കൂടെ നിൽക്കുന്നത്. അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് അറിയാം. 2 ഗ്രൂപ്പാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്, ഇപ്പൊ 3 ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ, ടിനി ടോം, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ്. അൻസിബ എടുത്ത ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോങ് തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം തന്റെ കരിയറിനെ ബാധിക്കും അല്ലെങ്കിൽ തന്റെ മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാതെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ ഇത്രയും ശക്തമായ രീതിയിൽ മുന്നോട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്.